രാജ്യത്തെ പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത്. ഇനി സുപ്രീം കോടതിയുടെ മെക്കിട്ട് ഇവന്മാരെല്ലാം കൂടെ കയറുമോ എന്ന് വേണം നമുക്ക് കണ്ടറിയാൻ. കാരണം സുപ്രീം കോടതി ഇവർക്ക് അനുകൂലമായ വിധി പറഞ്ഞാൽ മാത്രമേ ഇവർ സുപ്രീം കോടതിയെ അംഗീകരിക്കുകയുള്ളൂ. സുപ്രീം കോടതി ഇവർക്ക് വിരുദ്ധമായിട്ടുള്ള വിധി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരെ ഒന്ന് വിമർശിച്ചു കഴിഞ്ഞാൽ, സുപ്രീം കോടതിയുടെ ഭരണഘടനാ സാധുതയെ വരെ ചോദ്യം ചെയ്യുന്ന ഒരു വൃത്തികെട്ട വർഗമാണ് ഇവറ്റകൾ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സാധനം തങ്ങളുടെ കീശയും വയറും വീർപ്പിക്കാനും ഭരണഘടന കയ്യിൽ പിടിച്ചിരിക്കുന്നത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങളെ എങ്ങനെ കൊള്ളയടിക്കാമെന്ന് ആലോചിക്കാനും വേണ്ടി മാത്രമാണ് ഇവറ്റകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. കോൺഗ്രസിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്, കൂടെയുള്ള പ്രതിപക്ഷ നേതാക്കളുടെയും കാര്യം. എന്തായാലും ഇപ്പോൾ ഇവറ്റകളെല്ലാം കൂടെ ബീഹാർ ഇലക്ഷനിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെ ചൊല്ലി ഇപ്പോൾ നേരെ പോയിരിക്കുന്നത് സുപ്രീം കോടതിയിലേക്കാണ്. ഈ സുപ്രീം കോടതിയിലേക്ക് ഇവിടെ പോയപ്പോൾ സുപ്രീം കോടതി കണക്കിന് കൊടുത്തിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, രാഹുൽ ഗാന്ധിക്ക് രാജ്യമെമ്പാടുമുള്ള തെരഞ്ഞെടുപ്പിൽ വിശ്വാസമില്ല, വോട്ടർ പട്ടികയിൽ കള്ള വോട്ടുകൾ മാറ്റണം. എന്നാൽ ബീഹാറിൽ 67 ലക്ഷം പേരെ ഇലക്ഷൻ കമ്മീഷൻ പുറത്താക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഈ ഗണ്ഡി പറഞ്ഞത് അത് തെറ്റാണെന്നാണ്. കാരണം ഈ ഗണ്ഡിക്ക് വേണ്ടപ്പെട്ടവരാണ് അവിടെ ഇരിക്കുന്നത്, മൊത്തം ബംഗ്ലാദേശികളും റോഹിംഗ്യകളും. എന്തായാലും ഈ ഗണ്ഡിയുടെ ഈ നീക്കം ഇപ്പോൾ സുപ്രീം കോടതി പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ SIR, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് റിവിഷൻ പ്രക്രിയയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ബുധനാഴ്ച സുപ്രീം കോടതി പരിഗണിച്ചു. സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ, ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് വാദം കേട്ടത്. വാദം കേൾക്കുന്നതിനിടെ ജസ്റ്റിസ് ബാഗ്ചി ഹർജിക്കാരൻ്റെ അഭിഭാഷകനോട് പറഞ്ഞു, നിങ്ങൾ ആധാറിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. തിരിച്ചറിയൽ കാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് വോട്ടർ സൗഹൃദ നടപടിയാണ്, ഇതൊരു ഒഴിവാക്കൽ നടപടിയല്ല. മുമ്പ് 7 രേഖകൾ സാധുവായിരുന്നു, ഇപ്പോൾ 11 എണ്ണം ഉണ്ട്. അത് ആളുകൾക്ക് കൂടുതൽ ഓപ്ഷനുകൾ നൽകും എന്നുള്ളതാണ്. 11 രേഖകളും ആവശ്യമില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. കേസിൻ്റെ വാദം കേൾക്കലിൽ പങ്കെടുത്ത ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു, ആരെങ്കിലും 11 രേഖകളും ആവശ്യമാണെന്ന് പറഞ്ഞാൽ അത് വോട്ടർ വിരുദ്ധമാകും. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ വിശ്വസനീയമായ 11 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നൽകണോ എന്നും കോടതി ചോദിച്ചു. എന്തായാലും അഭിഭാഷകനായിട്ടുള്ള മനോജ് സിന്ധിയുടെ വാദം ജഡ്ജിയുടെ അഭിപ്രായത്തിന് ശേഷം ജസ്റ്റിസ് ബാഗ്ചിയുടെ അഭിപ്രായത്തെക്കുറിച്ച് ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ് പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നു, പക്ഷേ ഇത് ഒഴിവാക്കലാണ്. ആധാർ ഉൾപ്പെടുത്തിയിട്ടില്ല, ഇത് ഒഴിവാക്കലാണ്. ഏറ്റവും ഉയർന്ന കവറേജുള്ള രേഖയാണിത്. വൈദ്യുതി, വെള്ളം, ഗ്യാസ് കണക്ഷൻ ഇതും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യൻ പാസ്പോർട്ട് കവറേജ് 1 മുതൽ 2% താഴെ കവറേജ്. സംഖ്യകളുടെ അടിസ്ഥാനത്തിൽ ഇത് കേടുകൂടാതെ സൂക്ഷിച്ചിരിക്കുന്നു. പക്ഷേ സ്വഭാവം അനുസരിച്ച് ഇത് വെറും കുറഞ്ഞ കവറേജ് ഉള്ളൊരു രേഖയാണ്. മറ്റെല്ലാ രേഖകളുടെയും കവറേജ് 0-നും 3% ഇടയിലാണ്. എന്തായാലും മനോജ് സിംഗിയോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണ്? അഭിഷേക് സിന്ധി പറഞ്ഞത്, എനിക്കൊരു പ്രശ്നവുമില്ല, പക്ഷേ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് ഹർജിക്കാരൻ യഥാർത്ഥത്തിൽ ചോദിച്ചത്. എന്തായാലും അഭിഭാഷകൻ മനോജ് സിംഗി പറഞ്ഞത്, പൗരത്വ നിയമത്തിൽ ആ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 180 ഡിഗ്രി U-ടേൺ എടുത്തിരിക്കുന്നു. പൗരത്വ വിഷയത്തിൽ ഒരാളെ പൗരനായി പരിഗണിക്കാതിരിക്കാൻ ആദ്യം എതിർക്കുന്ന ഒരാൾ ഉണ്ടായിരിക്കണം. പിന്നീട് ERO ഒരു നോട്ടീസ് നൽകുകയും മറുപടി നൽകാൻ സമയം നൽകുകയും ചെയ്യണം. ഇത്രയും വലിയൊരു ജുഡീഷ്യൽ ജോലി 2 മാസത്തിനുള്ളിൽ എങ്ങനെ പൂർത്തിയാകും? എൻ്റെ ഉപദേശം SIR ഡിസംബറിൽ ആരംഭിച്ച് 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണം. ആരും അതിനെ എതിർക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 13 കോടി സ്ഥിരതാമസ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നുണ്ടെന്ന കണക്ക് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യവും അവിടെ ഉയർന്നു. ബീഹാറിൽ 13 കോടി സ്ഥിരതാമസ സർട്ടിഫിക്കറ്റുകൾ നൽകിയതിൻ്റെ കണക്ക് എങ്ങനെയാണ് എത്തിയത് എന്ന് കോടതി ചോദിച്ചു. പോരാത്തതിന് ഇത് സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലായതുകൊണ്ടാണ് കോടതി അത് ചോദിച്ചത്. സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റധികാരികളിൽ നിന്നോ എടുത്ത ഒരു ഉദാഹരണമാണ് ഈ ഡേറ്റ എന്ന് ഈ ചോദ്യത്തിന് മറുപടിയായി ECI പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ സുപ്രീം കോടതി പോലും ഈ കാര്യം, അതായത് അവിടെ നടക്കുന്ന ആ പ്രക്രിയയിൽ തെറ്റില്ല എന്ന് വാക്കാൽ പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇനി നാളെ സുപ്രീം കോടതിക്ക് നേരെ ഈ വൃത്തികെട്ട വർഗം മാർച്ച് നടത്തുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.